അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ നമ്മളിന്നേ ഒരു ചേന പൊരിക്കണ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. നിങ്ങൾ പൊരിച്ച് നോക്കിക്കണോ ചേന? എല്ലാവരും പൊരിക്കലുണ്ടാവും, എങ്കിലും ഞാൻ പൊരിക്കണ രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അതിലേശം ഉപ്പിട്ട് വെച്ചിക്കണം കേട്ടോ. പിന്നെന്താ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർക്കണുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ ചേന കേകിങ്ങാണ്ട് കേകിങ്ങാണ്ട് അത് നീളത്തിൽ നുറുക്കിങ്ങാണ്ടേ അത് ഞാനവിടെ വേകാൻ വെച്ചിക്കണ്. പിന്നെ ലേശം സുറുക്ക, ഒരിത്തിരി അരിപ്പൊടി ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് കുഴച്ചുങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ചേന കായം കൂട്ടാൻ വെക്കണത്. അപ്പം നല്ലോണം മിക്സാക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരിത്തിരി കോൺ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ഇത് പിന്നെ ഒരിത്തിരി വെള്ളം കുറവാണ് തോന്നിയപ്പോൾ ലേശം വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്തിക്കണം കേട്ടോ. വെള്ളം അത് മാത്രമാണ്. അതിൻ്റെ മുന്നേ ഞാൻ ലേശം സുർക്ക പറഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ അത് നല്ലോണം യോജിപ്പിച്ച് എന്താ ഒരു കുഴമ്പ് രൂപത്തിൽ ഇങ്ങോട്ട്, ആ കുഴമ്പ് രൂപത്തിലല്ല, അതിൻ്റെയും വേറെ ഒരു കുറുകിയ രൂപത്തിൽ കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ചേന കഷ്ണം ഓരോന്ന് നമ്മൾ ഇതിൽ മുക്കിങ്ങാണ്ടാണ് കേട്ടോ പൊരിക്കുക. ഇതിലിങ്ങനെ ടിപ്പ് ചെയ്തിട്ട് നല്ലോണം അതിന് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ചേന നല്ലോണം കഴുകിങ്ങാണ്ട് ഊറ്റിങ്ങാണ്ട് പിന്നെ നമുക്ക് കുഴച്ചെടുക്കണമല്ലോ. അപ്പം ഇതാ ഞാൻ വെള്ളം പാർന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചൂടൊന്ന് പോകാൻ വേണ്ടിങ്ങാണ്ട്. ഇതെന്താണ് അറിയോ, കറി വെക്കാൻ കൊടുന്ന ചേന ഇനി പീടിയിൽ നിന്ന് വാങ്ങിക്കൊടുന്നത് ഇനി. അപ്പം അത് വേവണില്ല. അപ്പോൾ വേവാത്ത പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. വേവും പക്ഷെ ഉടയൂല. അതിൽ നല്ല സുഖമാണ് അങ്ങനത്തെ ചേന പൊരിക്കാൻ കേട്ടോ. ഉടയണില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് നല്ലോണം വേവിച്ചുങ്ങാണ്ട് വേവ് ഇതിൻ്റെ കഴിഞ്ഞിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇതിലിട്ടുങ്ങാണ്ടൊന്ന് ഈ മാവിൽ മുക്കിങ്ങാണ്ടൊന്ന് ക്രിസ്പി ആക്കണം, പൊരിച്ചുങ്ങാണ്ട് എടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിനി സാധാ മീൻ പൊരിക്കണയൊക്കെ മാതിരി അങ്ങനെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ എന്ത് പറഞ്ഞാലും നല്ല ടേസ്റ്റാണ് പറഞ്ഞാണ്ട് കൊതിപ്പിക്കല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനി കേട്ടോ. അങ്ങനെ ചേന പൊരിച്ചിട്ട് കേട്ടോ, കോഴി പൊരിച്ച മാതിരി തന്നെ ഇനി കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഏകദേശം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അങ്ങനെ ഒന്നും ആർക്കും പറ്റലില്ല. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പൊരിച്ചപ്പോൾ നല്ലോണം എല്ലാവർക്കും പറ്റി. പിന്നെ തേഞ്ഞില്ല. വീണ്ടും ഞാൻ അതേമാതിരി വീണ്ടും പൊരിച്ചൊക്കെ ഇനി കേട്ടോ. അറിയില്ലല്ലോ തിന്നൂലേന്നൊന്നും. പിന്നെ ഞാൻ പൊരിച്ചു. നമ്മളെ കാന്താരി മുളക് ഉണങ്ങാട്ടതാണ് കേട്ടോ അത് ഇനി എരിവില്ലാത്ത മുളകും പൊടി കൂട്ടിയാൽ നല്ല എരിവാണ്. രണ്ടെങ്കിൽ ചട്ടി വെച്ചു, ലേശം അതിൽ വറന്നു. ഇനി അയക്കാൻ ഓരോന്ന് ഇടുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, എളുപ്പം ഒന്നിനും മൊരിഞ്ഞാൽ മതി കേട്ടോ, അല്ലാത്തതൊന്നും വേണ്ട. പിന്നെ വേവൽ കഴിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ പുറം ഭാഗം ഒന്നും ഇങ്ങോട്ട് ക്രിസ്പി ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇതാ അങ്ങനെ അതിങ്ങനെ മൊരിഞ്ഞ് വന്നപ്പോൾ, അടിഭാഗം മൊരിഞ്ഞ് വന്നപ്പം പിന്നെ ഞാനത് മറിച്ചിട്ടു കണ്ടോ. ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യട്ടോ. എന്നെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ വീണ്ടും ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തായാലും ഉപകാരപ്പെടും. നല്ല ടിപ്പാണ് കേട്ടോ. നല്ല രസമല്ല, പിന്നെ പൊരിയാണ്. ഞാനെന്നെ പറഞ്ഞതാക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കൊണ്ടിട്ടോ, ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. ട്രൈ ചെയ്യാത്തവർ കണ്ടോ, ഇങ്ങനെ ഒരു ഇമ്മത്തെ കായ ഇതൊന്നും ആ എണ്ണയിൽ ഇതാവില്ല. ഇങ്ങനെ ഓരോന്ന് ഇട്ടിങ്ങനെ പൊരിച്ചെടുത്താലേ ഇതാ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. ഇതാ നല്ല ഇതാണ്. നമ്മൾ മീനും ഇതൊക്കെ പൊരിക്കണ മാതിരി തന്നെ അങ്ങനെയാണ് പൊരിച്ചെടുത്താൽ മതി. വിറകടുപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ പൊരിച്ചത്. അടുപ്പിൽ നല്ല തീയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ പൊരിക്കായി അരച്ചുങ്ങണ്ടേ. ഇതാ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും ഒക്കത്തിന് നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് വല്ല അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ ചോറ് വയ്ക്കാൻ. കണ്ടോ, തീ നല്ലോണം കൂടിപ്പോയി ലാസ്റ്റ് ആയപ്പോൾ. എന്താ
അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഇതുണ്ടോ നല്ല ക്രിസ്പി ആയി കണ്ട് കിട്ടിയിരിക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.